ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ റെസിപ്പി ആയിട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഓഷോൻ്റെ ഇപ്പോൾ പുതിയൊരു ചില്ലി ചിക്കൻ മസാല വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? റെഡി. നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം നമ്മുടെ ചില്ലി ചിക്കൻ മസാല പാക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് 1 കിലോ 1.25 കിലോ ചിക്കനോളം നമുക്ക് ഈ ഒരു പാക്കറ്റ് മസാല വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയും തൈരുമാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആ പാക്കറ്റിൻ്റെ പുറകിലായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള റെസിപ്പി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1/2 കിലോ ചിക്കനിലേക്ക് 1 മുട്ടയോ അല്ലെങ്കിൽ 3 സ്പൂൺ തൈരോ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 1 കിലോ ചിക്കനിലേക്ക് 2 മുട്ടയും 3 സ്പൂൺ തൈരുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് ചിക്കൻ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് ചിക്കൻ മസാലയും അതുപോലെ തന്നെ 4 മുട്ടയും പിന്നെ ഒരു 6 സ്പൂൺ തൈരുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് അരമണിക്കൂർ അതിനെ മാരിനേറ്റ് ചെയ്യണം. അതിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട, എല്ലാ ഉപ്പ് അടക്കം അതിലുണ്ട്. അപ്പോൾ വേറെ ഒന്നും അഡീഷണൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അത് നമ്മൾ ആ ഒരു അരമണിക്കൂർ അവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാനൊന്ന് ചെറിയൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഒന്ന് ഇട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഇങ്ങനെ ഒരു വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പില ഇടുന്നത് നല്ലൊരു ഫ്ലേവറും അതിന് കിട്ടും. ഇപ്പം ഞാൻ അതേ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ടിട്ട് വറുത്ത് കോരി എടുക്കുന്നത്. അത് നമ്മൾ ഈ ചിക്കൻ നമ്മുടെ ഇത് വറുക്കാനായിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള എണ്ണയിലായിരിക്കണം ഇതിടേണ്ടത്. പക്ഷേ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതിനെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇങ്ങനെ, അതായത് നന്നായി മൊരിഞ്ഞു പോവും. പക്ഷേ ഉള്ളൊന്നും ചിലപ്പോൾ വെന്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നതാണ് അതിന് ടേസ്റ്റും കൂടുതൽ കിട്ടാനായിട്ട് നല്ലത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയാണ്. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.